നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാളെയാണ് പ്രവാസികൾ കാത്തിരുന്ന ആ സുദിനം. നാട്ടിലേക്ക് പറങ്ങാൻ തയ്യാറായിക്കോളൂ. ഇന്ത്യ ഒമാൻ എയർ ബബിൾ കരാർ പ്രകാരമുള്ള സർവീസുകൾ ഒമാൻ എയറും സലാം എയറും പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ മുതൽ 24 വരെയാണ് സർവീസുകൾ നടത്തുന്നത്. കൊച്ചി, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് ഒമാൻ എയർ മസ്കറ്റിൽ നിന്ന് ആഴ്ചയിൽ 2 സർവീസുകൾ നടത്തുകയാണ്. കൊച്ചിയിലേക്ക് തിരികെയും ഞായർ, വ്യാഴം ദിവസങ്ങളിലായിരിക്കും. തിങ്കൾ, ബുധൻ ഡൽഹി, ഞായർ, വ്യാഴം മുംബൈ, കേരളമടക്കം 6 ഇന്ത്യൻ സെക്ടറുകളിലേക്ക് ആഴ്ചയിൽ 2 വീതമാണ് സലാം എയർ സർവീസുകൾ നടത്തുന്നത്. കോഴിക്കോട്, തിരുവനന്തപുരം, ചെന്നൈ, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ എന്നിവിടങ്ങളിലേക്കാണിത്. ട്രാവൽ ഏജൻസികൾ സലാം എയർ വെബ്സൈറ്റ്, കോൾ സെന്റർ എന്നിവ വഴി ബുക്ക് ചെയ്യാം. വിവരങ്ങൾക്കുള്ള സൈറ്റ് salameair.com. തിരിച്ചുവരവിനായി ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഒമാനും ഇന്ത്യയും എയർ ബബിൾ കരാർ പ്രഖ്യാപിക്കുകയായിരുന്നു. ഒക്ടോബർ 1 മുതൽ നവംബർ 30 വരെയാണ് എയർ ബബിൾ നിലവിലുണ്ടാവുക. വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കും വിമാന സർവീസുകൾ. ഇരു രാജ്യങ്ങളിലെയും ദേശീയ വിമാന കമ്പനികൾക്ക് ഇരു രാജ്യങ്ങൾക്കുമിടയ്ക്ക് സർവീസ് നടത്താം. എന്നാൽ എന്ന് വിമാന സർവീസ് ആരംഭിക്കുമെന്ന കാര്യം വ്യക്തമല്ല. കഴിഞ്ഞ 6 മാസമായി ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ദേ ഭാരത് ദൗത്യത്തിൽ എയർ ഇന്ത്യ സർവീസ് നടത്തുന്നു. ഒമാനിലെ ഇന്ത്യക്കാർ, വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാർ, ഇന്ത്യൻ എംബസി നൽകിയ വിസയുള്ള ഒമാൻ പൗരന്മാർ എന്നിവർക്ക് ഇന്ത്യൻ ഒമാൻ വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് പോകാം. ഒമാൻ പൗരന്മാരും താമസക്കാരും സാധുവായ ഒമാൻ വിസയുള്ള ഇന്ത്യക്കാർ എന്നിവർക്ക് ഒമാനിലേക്ക് പോകുകയും ചെയ്യാം. COVID-19 മുൻകരുതലുകൾക്ക് വിധേയമായിരിക്കും സർവീസ്. യാത്രക്കാരൻ ഒമാനിൽ പ്രവേശിക്കാൻ അർഹരാണോ എന്ന കാര്യം ടിക്കറ്റ് അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് നൽകുന്നതിന് മുമ്പ് എയർലൈൻ ഉറപ്പുവരുത്തണം. ടിക്കറ്റുകൾ എയർലൈൻസ് വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.